നമസ്കാരം. നമ്മളിന്ന് ചർച്ചയ്ക്ക് എടുക്കുന്നത് സത്യാന്വേഷണം, സത്യത്തെ തിരിച്ചറിഞ്ഞിട്ടുള്ള ആൾക്കാരിൽ പ്രമുഖരായിട്ടുള്ളവർ. അങ്ങനെ നമ്മൾ അന്വേഷിക്കുമ്പോൾ ജിത്തു കൃഷ്ണമൂർത്തി എന്ന് പറയുന്നത് അതിൽ ടോപ്പ് 5 ആദ്യത്തെ 5 വരും. അപ്പം ആ ഒരു ജെ കൃഷ്ണമൂർത്തിയെക്കുറിച്ച് പഠിക്കാൻ ശ്രമിക്കുമ്പം പലരോടും നമ്മൾ സംസാരിക്കുമ്പം ജെ കൃഷ്ണമൂർത്തി കുറച്ച് പാടാണ്, അത്ര എളുപ്പമല്ല എന്ന് തന്നെയാണൊരു 95% ആൾക്കാരും പറയുന്നത്. എന്താണ് ഇവർ ഇത്രയും ടഫാണെന്ന് പറയാൻ കാരണം എന്നുള്ളത് നമ്മൾ ഓരോരുത്തരും അന്വേഷിക്കേണ്ടതാണ്. ഇത് കേൾക്കുമ്പോൾ തന്നെ നമുക്ക് പിന്നെ ആ വഴിക്ക് പോകാൻ ഒരു താല്പര്യം വരത്തില്ല. അപ്പം അതുകൊണ്ട് ഏതൊരു പുസ്തകമോ ഏതൊരാളെയോ നമ്മൾ പഠിക്കുമ്പം അതിൽ കൂടുതൽ കാര്യങ്ങളൊന്നുമില്ല, 1-2 വാക്കുകളാണ് ഇവർ മറിച്ചും തിരിച്ചും പറയുന്നത്. അതിപ്പോൾ നമ്മൾ ട്രൂത്തിനെ കുറിച്ച് പറയുമ്പം അതിന് സബ്സ്റ്റിറ്റ്യൂട്ടായിട്ട് സത്യാന്വേഷണം എന്ന് പറയുമ്പം ലവ് എന്ന് പറയും. അങ്ങനെ ചില വാക്കുകൾ ബേസ്ഡായിട്ടാണ് ഇത് നിൽക്കുന്നത്. അപ്പം നമുക്ക് ജിത്തു കൃഷ്ണമൂർത്തിയെ പഠിക്കുമ്പം ജിത്തു കൃഷ്ണമൂർത്തി 2-3 വാക്കുകളെ പറഞ്ഞിട്ടുള്ളൂ, ബാക്കിയെല്ലാം ഈ വാക്കുകൾ ചുറ്റിപ്പറ്റിയിട്ടുള്ള കാര്യമാണ്. അപ്പം നമുക്ക് ആ വാക്ക് എന്താണെന്ന് മനസ്സിലാക്കിയാൽ വളരെ എളുപ്പമുണ്ട്. ജെ കെ യൂസ് ചെയ്യുന്നൊരു വാക്ക് സെപ്പറേറ്റ്നെസ്, പിന്നെ യൂസ് ചെയ്യുന്നത് ഇൻ്റലിജൻസാണ്. അപ്പം ഈ സെപ്പറേറ്റ്നെസ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഏതൊരു കാര്യത്തെയും രണ്ടായിട്ടാണ് കാണുന്നത്. നമ്മൾ വേറെ, ആ വസ്തു വേറെ എന്നുള്ള ആ കോൺസെപ്റ്റിലാണ് കാണുന്നത്. അപ്പം ഈ ഒരു സെപ്പറേറ്റ്നെസ്സാണ് ഒരു വാക്ക്. പിന്നെ ഇൻ്റലിജൻസ് എന്ന് പറഞ്ഞാൽ അവയർനെസ്, കോൺഷ്യസ് എന്ന് പറയുന്നൊരു ഫ്ലോയുണ്ട്. അത് നമ്മളിലേക്ക് തടസ്സമായി നിൽക്കുന്നത് ഈ സെപ്പറേറ്റ്നെസ് അല്ലെങ്കിൽ വേർതിരിവെന്ന് പറയുന്ന അതാണ്. അപ്പം നമ്മൾ വേർതിരിവിലാണ് നിൽക്കുന്നത്. ഇനി ഇത് 5ാം ക്ലാസ് ഫിസിക്സ് പഠിച്ചാലും നമ്മൾ ക്വാണ്ടം ഫിസിക്സ് പഠിച്ചാലും അതിനകത്തും ഇത് പറയുന്നുണ്ട്. ഇവിടെ ഒന്നേ ഉള്ളൂ, ഇവിടെ 2 ഇല്ല എന്ന് പറയുന്നുണ്ട്. അപ്പോൾ ഇത് നമുക്ക് ഈ ഒരു സയൻറ്റിഫിക് ടെമ്പർ നമ്മളെ പഠിപ്പിച്ചിട്ടില്ല, നമ്മുടെ എഡ്യൂക്കേഷൻ സിസ്റ്റത്തിലില്ല. ഇന്ത്യൻ ഭരണഘടനയിൽ ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾസിൽ ഇതൊക്കെ പറയുന്നുണ്ട്, ഇത് അപ്ലൈ ചെയ്യണമെന്നൊക്കെ പറയുന്നുണ്ട്. പക്ഷേ ഇത് അപ്ലൈ ചെയ്യുന്നതിന് നമ്മളെ പഠിപ്പിച്ചിട്ടില്ല. നമ്മളെ എല്ലാം പഠിപ്പിച്ചിട്ടുണ്ട്, കെമിസ്ട്രി, ഫിസിക്സ്, ബയോളജി എല്ലാം പഠിപ്പിച്ചിട്ടുണ്ട്, നമ്മൾ കാണാതെ പഠിച്ച് പാസ്സായിട്ടുണ്ട്. പക്ഷേ ഇതിൽ എത്ര എണ്ണം നമ്മൾ പരീക്ഷിച്ചിട്ടുണ്ട്? അപ്പം നമ്മൾ അന്ധമായി വിശ്വസിക്കുന്നൊരു ഇതുണ്ട് എന്തിനേയും. അല്ലെങ്കിൽ നമ്മൾ വേറൊരാൾ പറഞ്ഞത് അങ്ങനെ അങ്ങ് ഫോളോ ചെയ്യും. ഭൂമി ഉരുണ്ടാണെന്ന് പറഞ്ഞാൽ നമ്മളതങ്ങ് വിശ്വസിക്കും, ഇനി സ്ക്വയർ ആണെന്ന് പറഞ്ഞാലും വിശ്വസിക്കും. പക്ഷെ നമ്മൾ അതിൽ അപ്ലൈ ചെയ്ത് നോക്കിയിട്ടില്ല. എന്ന് പറയുന്നത് പോലെ ഇവിടെ ഈ സത്യം അന്വേഷിക്കുക എന്നുള്ളത്, സത്യം എന്ന് പറഞ്ഞാൽ കോൺഷ്യസ്നെസ് അല്ലെ അവയർനെസ് എന്ന് പറഞ്ഞാൽ ഈ സത്യമാണ് അന്വേഷിക്കുന്നതെങ്കിൽ അതിൻ്റെ തടസ്സം സെപ്പറേറ്റ്നെസ്സാണ്. അപ്പം അതുകൊണ്ടാണ് നമ്മളിൽ അല്ലെങ്കിൽ നമുക്കിതിലെത്താൻ പറ്റാത്തത്, നമ്മളതായിത്തീരാൻ പറ്റാത്തത്. അപ്പം സെപ്പറേറ്റ്നെസ്, ഇൻ്റലിജൻസ്. ഇനി സെപ്പറേറ്റ്നെസ്സുമായിട്ട് കണക്ട് ചെയ്ത് ജെ.കെ പറയുന്നത് ഈ ലോകം നിങ്ങൾ തന്നെയാണ്, യു ആർ ദ വേൾഡ് എന്ന് പറഞ്ഞാൽ 2 ഇല്ലെങ്കിൽ നമ്മൾ തന്നെയല്ലേ ഈ ലോകം. അതാണ് ജെ.കെ പറയുന്നത്. ഇനി അടുത്തത് പറയുന്നത് ദ വയലൻസ് ഇസ് നോട്ട് ഔട്ട്സൈഡ്. ലോകം നിങ്ങൾ പുറത്ത് കണ്ടാലല്ലേ നിങ്ങൾക്ക് വയലൻസ് തോന്നത്തുള്ളൂ. അപ്പം അങ്ങനെയാണെങ്കിലല്ലേ നിങ്ങൾ എന്തിനേയും വിമർശിക്കത്തുള്ളൂ, അല്ലെങ്കിൽ നിങ്ങൾ എന്തിനെങ്കിലും നല്ലതാണെന്ന് പറയത്തുള്ളൂ, ശരി തെറ്റുകൾ പറയത്തുള്ളൂ. അപ്പം യു ആർ ദ വേൾഡ്. ഇനി ഇതിൻ്റെ തടസ്സം എന്താണ്? ഫ്രീഡം ഫ്രം ദ നോണാണ്. എന്ന് പറഞ്ഞാൽ അറിഞ്ഞതിനെ ഉപേക്ഷിക്കാനാണ്. പക്ഷേ നമ്മൾ പിന്നെയും പിന്നെയും പുസ്തകങ്ങൾ, മഹത് വ്യക്തികളെക്കുറിച്ച് പഠിക്കുക, ഇത് നമ്മൾ ചെയ്തുകൊണ്ടേയിരിക്കുകയാണ്. അപ്പോൾ എന്താ പറ്റും? നമ്മളെ കണ്ടീഷൻ മൈൻഡ്, ജെ.കെയുടെ അടുത്ത വേർഡാണ് കണ്ടീഷൻ മൈൻഡും ഇമേജിങ്ങും. നമ്മൾ എന്ത് കാര്യത്തെയും കണ്ടാലും നമുക്കതിനെക്കുറിച്ചൊരു നേരത്തെ ഒരു അറിവുണ്ട്, അതുമായിട്ട് നമ്മൾ കമ്പയർ ചെയ്യുകയാണ്. ഈവനിപ്പോൾ ഞാൻ സംസാരിക്കുമ്പോൾ പോലും, ഞാൻ ജെ.കെയെക്കുറിച്ച് സംസാരിക്കുമ്പോൾ പോലും
ഞാൻ എൻ്റേതായ കോൺസെപ്റ്റുകൾ ജെ കെയിൽ അപ്ലൈ ചെയ്യണം, അല്ലെങ്കിൽ കേൾക്കുന്ന ഒരാൾ അയാൾ ഇതുവരെ പഠിച്ചതുമായിട്ട് കമ്പയർ ചെയ്യുകയാണ്. ഈ ഇമേജിങ് ഇല്ലാതെ നമുക്ക് സ്വതന്ത്രമായി കേൾക്കാനും കാണാനും പറ്റണം. ഇതിപ്പോൾ നമ്മൾ തടസ്സത്തിലാണ്. ഇനി ഈ പാതയിൽ എൻ്റർ ചെയ്യുമ്പം, അല്ലെങ്കിൽ പാത്ത് എന്ന് പറയുന്നത് ഇത് പാത്ത്ലെസ് പാത്താണ് എന്ന് പറഞ്ഞാൽ നമ്മൾ അന്വേഷിച്ച് പോയി കണ്ടെത്തുന്ന സാധനമല്ല ഇത് ഓൾറെഡി നമ്മളതാണ് എന്നുള്ളതാണ്. അപ്പോൾ പാത്ത്ലെസ് പാത്താണ് പിന്നെ യൂസ് ചെയ്യുന്നൊരു ടേം. ഇത്രേ ജെ കെ യൂസ് ചെയ്തിട്ടുള്ളൂ. അപ്പോൾ ചുരുക്കത്തിൽ പറഞ്ഞാൽ സെപ്പറേറ്റ്നെസ് എന്ന് പറയുന്ന ഒരു വേർഡിൽ നിന്നാണ് ഇമേജിങ് വന്നിട്ടുള്ളത്, അല്ലെങ്കിൽ വയലൻസ് വന്നിട്ടുള്ളത്. വേൾഡ് വിഭിന്നമാണെന്ന് നമുക്ക് തോന്നിയത്. അപ്പം ഇത്രേ ജെ കെ പറഞ്ഞിട്ടുള്ളൂ. ജെ കെ ഒത്തിരി പ്രഭാഷണങ്ങളുണ്ട്. ഇനി ജെ കെ ഒരു പുസ്തകവും എഴുതിയിട്ടില്ല. ആകെ ഒരു നോട്ട്ബുക്ക്, പുള്ളിയുടെ ഡയറി പബ്ലിഷ് ചെയ്തതാണ്. ബാക്കി എല്ലാം പ്രഭാഷണങ്ങളാണ്. ജെ കെ തന്നെ പ്രഭാഷണങ്ങൾക്കും പുസ്തകത്തിനും എതിരാണ്. നിങ്ങൾ ഒരിക്കലും വേറൊരാളെ ഫോളോ ചെയ്യരുത്. കാര്യം ഫോളോ ചെയ്താൽ നമ്മുടെ ഈ ഫ്രീഡം പോകും. നമ്മൾ കണ്ടീഷൻ മൈൻഡിലേക്ക് കയറും. കണ്ടീഷൻ മൈൻഡിലേക്ക് കയറി കഴിഞ്ഞാൽ പിന്നെ ഇമേജിങ് ആണ്. ഇമേജിങ് വന്നു കഴിഞ്ഞാൽ പിന്നെന്താണ്, പിന്നെ ആർട്ടിഫിഷ്യലാണ്. നാച്ചുറലായിട്ടുള്ള, അല്ലെങ്കിൽ ആ പ്യുവർ കോൺഷ്യസ് നമ്മളിലേക്ക് വരത്തില്ല. അപ്പോൾ ഇത് നമ്മൾ നിരന്തരം നമ്മൾ പഠിപ്പിക്കുകയും, നമ്മൾ ഇപ്പം ഇവർ സത്യാന്വേഷണം എന്ന് പറയുന്ന പുസ്തകവും പ്രഭാഷണവും എല്ലാം നമ്മുടെ തടസ്സങ്ങളാണ്. അപ്പോൾ ഇത് ഇനി ജെ കെയെക്കുറിച്ച് നമ്മൾ പറഞ്ഞാൽ 2 തരം ആൾക്കാരാണ്. ഒന്നിത് പറഞ്ഞാൽ മനസ്സിലാവത്തില്ലെന്ന് പറയുന്നവർ. ചിലർ ജെ കെ ഇതിന് മുമ്പേ എല്ലാവരും പറഞ്ഞത് തന്നെയാണ് പറഞ്ഞിട്ടുള്ളത്. രണ്ടും സത്യമാണ്. സത്യം ആര് പറഞ്ഞാലും ഒന്നാണ്.